വീട്ടിലിരുന്ന് വെറുതെ ചക്ക കഴിച്ചപ്പോഴാണ് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലും വിചാരിച്ചിട്ടോ. ഇത് അത്യാവശ്യം പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. അത് ചെറിയ പീസാക്കി നുറുക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് ആവിയിലിട്ട് വേവിക്കണം കേട്ടോ. അപ്പം ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൽ തട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഈ നുറുക്കി ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇത് അധികം വേവിക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് പാകത്തിനാട്ടോ ഞാൻ വേവിച്ചത്. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ ഇടാണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചക്ക ഉടഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ അതിലോട്ട് നമ്മൾ ഏലക്കായപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഏലക്കായ ഞാൻ ഒന്ന് കുത്തിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായാണ് കേട്ടോ ഞാൻ അവിടെ കുത്തിപ്പിടിച്ചെടുത്തത്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്ക നല്ല മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നെന്തോ ഇത്ര മധുരം മതിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഏലക്കായുടെയും തേങ്ങയുടെയും ചക്കയുടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്, പഞ്ചസാരയുടെ ഒട്ടും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നെപ്പോലെ കമ്പിയിൽ പല്ലിട്ടവർക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ചക്ക വെറുതെ കഴിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഇങ്ങനെ കഴിക്കുന്നത്. കളർ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബാക്കി നാളെ.